ഒരേ ഒരു മകൻ കാനഡയിൽ സെറ്റിൽഡാണ്. നേഴ്സിനെ കല്യാണം കഴിച്ചു. മാസാമാസം ഒരച്ഛൻ പുഷ്പാഞ്ജലി കഴിക്കുന്നു. എന്തിനു വേണ്ടിയെന്നറിയോ? ശാപം ഏൽക്കാതിരിക്കാൻ. അറിയാതെങ്കിലും ആ അച്ഛൻ്റെ മനസ്സ് പടഞ്ഞിട്ടുള്ള ശാപം ഏൽക്കാതിരിക്കാൻ. ആ അച്ഛൻ കിടക്കുന്ന സ്ഥലം കാണണോ? പക്ഷേ നേരിട്ടൊരു വീഡിയോ എടുക്കാനുള്ള അവസ്ഥയിലല്ല. ഞാൻ അയാൾ കിടക്കുന്ന കണ്ടപ്പോൾ അയാളോട് അവസ്ഥ ചോദിച്ചാൽ അയാൾ അറിഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി കണ്ണുനീര് അയാളെ കണ്ണെന്ന് വരും. അതുകൊണ്ട് ഞാൻ കഥ മുഴുവൻ കേട്ട് മാറി നിന്നിട്ടാണ് ഞാൻ അയാളെ കാണിക്കാൻ തുടങ്ങുന്നത്. ഈ മകൻ ഈ വീഡിയോ എങ്ങനെയെങ്കിലും കാണാൻ ഇടവന്നാൽ അച്ഛൻ കിടക്കുന്ന സ്ഥലം ഒന്ന് കണ്ടു നോക്കും. മസ്കത്തിലും ദുബൈയിലൊക്കെ കുറേ കാലം ഉണ്ടായിരുന്നു അവർ. ബോംബെ ധാരാവിയിൽ കുറേ കാലം ഫ്ലാറ്റിൽ താമസിച്ചിരുന്നു. 35 കൊല്ലം. ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചാണ്. ഈ മകൻ്റെ അമ്മ ക്യാൻസർ വന്ന് മരിച്ചാണ്. 7 വർഷം മുമ്പ് ഈ മകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ പിന്നെ എനിക്ക് കാനഡയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ മുഴുവൻ വിറ്റുപറിക്ക് 7 ലക്ഷം ഉറുപ്പിക കൊടുത്തു. അവിടെ പോയി സെറ്റിൽഡായി. പിന്നെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞ്, ഞാൻ ഒരു നേഴ്സിനെ കല്യാണം കഴിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, ആയിക്കോട്ടെ മോനെ. പിന്നെ ഒരു ദിവസം പറഞ്ഞു, പല പ്രാവശ്യം രാത്രിയും പകലും വിളിക്കും. 2 നേരം വിളിക്കുന്ന മകനായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ നീ ഭാര്യയും കുട്ടി ഇങ്ങോട്ട് വാടാ, ഒന്ന് കാണാലോ. അവസാനം അതിനുശേഷം മകൻ ഫോണ് സ്വിച്ച് ഓഫാണ്. ഇന്ന് വരെ 7 വർഷം കഴിഞ്ഞു. ഈ അച്ഛന് പുഷ്പാഞ്ജലി നടത്തുന്നത് എന്തിനാ അറിയോ? ശാപം ഏൽക്കാതിരിക്കാൻ. എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെ. മക്കൾക്ക് ശാപം ഏൽക്കാതിരിക്കാനാണ് പറയുന്നത്. നമ്മൾ റോഡ് സൈഡിൽ കിടന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊന്നും ഇങ്ങനെ കിടക്കേണ്ട ആൾക്കാരല്ല. എല്ലാം തറവാടികളാണ്. എല്ലാവരും റോഡ് സൈഡിൽ ഇങ്ങനെ വിരിച്ച് കിടക്കാൻ വേണ്ടി ജനിച്ചവർ ആരുമില്ല.